കേരളത്തിലെ 33% വനിതകളാണ് ഇന്ന് റേഷൻ കട നിയന്ത്രിക്കുന്നത്. 33%. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു വനിതാ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സംസ്ഥാന ലെവലിൽ തന്നെ തുടങ്ങിയതാണ്. എൻ്റെ ആലപ്പുഴ ജില്ലയിലാണ് ആദ്യം ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത്, കൊയിലാണ്ടി താലൂക്ക് കമ്മിറ്റി രൂപീകരിച്ചു. ഇനി കേരളത്തിൽ മൊത്തം ഒരു സംസ്ഥാന ലെവലിൽ തന്നെ നമ്മളിതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ സ്വാഗത പ്രസംഗികയും അധ്യക്ഷയൊക്കെ സംസാരിച്ച വിഷയങ്ങൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. ഇത്രത്തോലെ അവഗണന നേരിടുന്ന ഒരു വിഭാഗം കേരളത്തിൽ വേറെയുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി പറഞ്ഞു യോഗത്തിൽ, നിങ്ങൾക്ക് 1000 രൂപ തരും. 1000 പോരാ. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീ സമൂഹം പ്രത്യേകിച്ച്, അതായത് തൊഴിലുറപ്പ് മുതൽ ഹരിത കർമ്മസേന വരെ ഉള്ളവർക്ക് താഴോട്ട് വരികയാണ്. ഓണേറിയം പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന, വളരെ ഗൗരവത്തോട് കാണേണ്ടതുണ്ട്, 95 ലക്ഷം കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാ സൗജന്യങ്ങളും. നേരത്തെ എന്റെ സഹോദരികളെ പറഞ്ഞു, കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തു, സൗജന്യ റേഷൻ കൊടുത്തു. മാത്രമാണോ? എല്ലാ മേഖലയെയും ഗവൺമെന്റ് അംഗീകരിച്ചു. നമ്മളെ മാത്രം അംഗീകരിച്ചില്ല. നമ്മൾക്ക് ഇൻഷുറൻസ് ഉണ്ടാക്കി തന്നില്ല. 65 രക്തസാക്ഷികളെ സൃഷ്ടിച്ചു. 65 രക്തസാക്ഷികളെ സൃഷ്ടിച്ചവരാരാ? റേഷൻ വ്യാപാരികളാണ്. അവർക്ക് ഒരു ചുക്കും കൊടുത്തിട്ടില്ല. 4 പേർക്ക് അവസാനം നമ്മൾ മുറവിളി കൂട്ടിയപ്പോ ഒരു ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തി. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ മാന്യമായ വേതനം കൊടുത്തു. എല്ലാം കൊടുത്തു. വീട്ടിലിരുന്നവർക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ചിലതൊക്കെ പറയേണ്ടി വരും, പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം 1000 പ്രഖ്യാപിച്ചപ്പോ 11/6 ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയെ വിളിച്ചപ്പോ ധനമന്ത്രി തന്നാൽ പൈസ തരാം. അവസാനം എനിക്ക് കിട്ടുമെന്ന് 11/6 ധനമന്ത്രിയുടെ ഓഫീസിലേക്ക് 1,37,00,000 137 ലക്ഷം രൂപ. അത് മതി നമുക്ക് തരാൻ. 1000 രൂപ തരാൻ അത്ര ഷാപ്പാരുള്ളൂ. 14,000 ഒന്നുമില്ല. അത് ധനവകുപ്പ് അനുവദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഓഗസ്റ്റ് മാസം കമ്മീഷന് വേണ്ടി ഞാൻ അന്ന് മുതൽ ഈ നിമിഷം വരെ, ഇന്ന് ഞാൻ വരുന്നത് വരെ ഇവിടെ വന്നതിന് ശേഷം വിളിച്ചു. ഇതുവരെ ധനവകുപ്പിൽ നിന്നും പുറത്തു പോയിട്ടില്ല. 52 കോടി രൂപ റേഷൻ വ്യാപാരി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ കമ്മീഷൻ നൽകാൻ വേണ്ടി അനുവദിച്ചു എന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചു. ധനവകുപ്പ് അത് കൊടുത്തിട്ടില്ല. ഇന്ന് വരെ പാസ്സാക്കിയിട്ടില്ല. ഇവിടെ എവിടെയാണ് വിഷയം? ധനവകുപ്പും ഭക്ഷ്യവകുപ്പും തമ്മിലുള്ള ചക്കോളത്തി പോരാണോ? ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഏത് മേഖലയിലാണ് സർക്കാർ ശമ്പളം കൊടുക്കാതിരുന്നത്? ഏത് മേഖലയിലാണ് 1-ാം തീയതി 2-ാം തീയതി 5-ാം തീയതി ആകുമ്പോഴത്തേക്ക് ശമ്പളം കൊടുക്കാതിരുന്നത്? പക്ഷെ റേഷൻ വ്യാപാരികൾക്ക് വേതനമില്ല. നമ്മുടെ സേവനം കാണുന്നില്ല. 10,000-കണക്കിന് തൊഴിലുറപ്പുകാർക്ക്, ഹരിതകർമ്മ സേവനക്കാർക്ക്, ആശാ വളണ്ടിയർമാർക്ക് ഒക്കെ കൊടുക്കും. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിൽ 3.5 കോടി ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഏക വിഭാഗം റേഷൻ വ്യാപാരികളാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇലക്ഷനെ വരെ ഇത് ബാധിക്കും. തുറന്നു പറയാം, ഇലക്ഷനെ വരെ ഇത് ബാധിക്കും. വല്ലാതെ വേദനിപ്പിച്ചാൽ, അളമുട്ടിയാൽ ചേരയും കടിക്കും. ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഒരു ശക്തമായ സമരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് പറയാതിരിക്കാൻ ശക്തമായ സമരത്തിലേക്ക്